ശാന്തൻപാറ ഗൂഡൻപാറ മരംകൊള്ളയിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസ്. തമിഴ്നാട് സ്വദേശികൾക്ക് 300 ഏക്കർ പാട്ടത്തിന് കൊടുത്തത് വ്യവസ്ഥകൾ ലംഘിച്ചെന്നും സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ അടക്കം തട്ടിപ്പ് നടത്തിയെന്നും വനംവകുപ്പിന്റെ റിപ്പോർട്ട്. അന്വേഷണം ആവശ്യപ്പെട്ട് വനംവകുപ്പ് ദേവികുളം സബ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. ശാന്തൻപാറയ്ക്ക് സമീപം ഗൂഡൻപാറ എസ്റ്റേറ്റിൽ CHR മേഖലയിലാണ് വൻ മരംകൊള്ള നടന്നത്. വനം വകുപ്പ് ദേവികുളം റേഞ്ചിന് കീഴിലുള്ള പൊന്മുടി സെക്ഷന്റെ പരിധിയിലുള്ള സ്ഥലത്താണ് ഏലം കൃഷിയുടെ മറവിൽ വൻതോതിൽ മരങ്ങൾ വെട്ടിയത്. 296.640 ഏക്കർ വരുന്ന ഏലപ്പട്ടയ ഭൂമിയിലാണ് നിയമലംഘനം നടന്നത്. അപൂർവ മരങ്ങൾ മുറിച്ചു നീക്കിയതിനും സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി വൻ കുളങ്ങൾ നിർമ്മിച്ചതിനും 1.5 വർഷത്തിനിടെ ഇവർക്കെതിരെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. എന്നാൽ കേസുകൾ വകവയ്ക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു. 65 മരങ്ങൾ മുറിച്ചതിന് 2025 ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നീട് 134 മരങ്ങൾ മുറിച്ചതിനും കുളങ്ങൾ നിർമ്മിച്ചതിനും മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു. ഈ വർഷം 39 മരങ്ങൾ മുറിച്ചതിനും 75 മരങ്ങളുടെ വേരുകൾ നശിപ്പിച്ചതിനുമാണ് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തത്. ഉടുമ്പൻചോല താലൂക്കിൽ ശാന്തൻപാറ വില്ലേജിൽ ഉൾപ്പെടുന്ന 800 ഏക്കറോളം വരുന്ന ഈ ഭൂമിയുടെ അതിർത്തി തമിഴ്നാട് തേനി ജില്ല വരെ നീളുന്നതാണ്. ഭൂമി പാലാ സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ളത് എന്ന് പറയപ്പെടുന്നു. 1.25 കോടിയുടെ പാട്ടക്കരാർ എഴുതിയിരിക്കുന്നത് 500 രൂപയുടെ മുദ്രപത്രത്തിലാണെന്നാണ് കണ്ടെത്തൽ. നിയമലംഘനം നടത്തിയ തമിഴ്നാട് സ്വദേശികളെ കണ്ടെത്തുവാൻ വനം വകുപ്പ് ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.